നമസ്കാരം. തെക്ക് വടക്കിലേക്ക് സ്വാഗതം. ഞാൻ വി കെ ചെറിയാൻ, വടക്കിൽ നിന്ന്, ഡൽഹിയിൽ നിന്ന്. എൻ്റെ കൂടെയുള്ളത് അശോക് കുമാർ കർത്ത, നാട്ടിൽ നിന്ന്. ഞങ്ങൾ ഇന്ന് സംസാരിക്കുന്നത് BJPയുടെ അക്കൗണ്ട് തുറക്കൽ ദേശീയമായും സംസ്ഥാനപരമായും രാഷ്ട്രീയത്തിൽ എന്ത് മാറ്റങ്ങളാണ് കേരളത്തിന് പ്രതീക്ഷിക്കാവുന്നത് എന്നുള്ള ഒരു സബ്ജക്റ്റാണ്. ഇവിടെ ദേശീയമായി അക്കൗണ്ട് തുറന്ന സുരേഷ് ഗോപിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്രമന്ത്രിസഭയിലെ അംഗമാക്കി. അതിന്റെ കൂടെ ജോർജ് കുര്യൻ എന്ന് കേരളത്തിൽ അത്ര വലിയ പ്രാധാന്യം ആരും കൊടുക്കാതിരുന്ന ഒരു ക്രിസ്ത്യൻ നാമധാരിയായ BJP പ്രവർത്തകനെ കൂടി കേന്ദ്രമന്ത്രിസഭയിൽ പ്രധാനമന്ത്രി മോഡി ഉൾപ്പെടുത്തുകയുണ്ടായി. അതിന് ഒരു കാരണമായി പറയുന്നത് തൃശ്ശൂര് സുരേഷ് ഗോപിയെ ജയിപ്പിച്ചത് BJPയുടെ വോട്ടുകളും കൂടെ BJPയുടെ അല്ലെങ്കിൽ അവർ ഉദ്ദേശിക്കുന്ന ഹിന്ദു വോട്ടുകളുടെ കൂടെ തൃശ്ശൂരെ സവർണ ക്രിസ്ത്യാനികളും അദ്ദേഹത്തിന് വോട്ട് ചെയ്ത് വിജയിപ്പിച്ചു എന്നാണ് ഇവിടുത്തെ ഒരു നിഗമനം. അത് കേരളത്തിൽ വരാനിരിക്കുന്ന ഒരു രാഷ്ട്രീയത്തിന്റെ ചൂണ്ടുപലകയാണോ എന്നാണ് ഞങ്ങൾ ചർച്ച ചെയ്യുന്നത്. അശോക്, എന്ത് തോന്നുന്നു ഈ രണ്ട് മന്ത്രിമാരെ കേന്ദ്രത്തിൽ പ്രതിഷ്ഠിച്ചത്? സുരേഷ് ഗോപി എല്ലാവരും പ്രതീക്ഷിച്ചാണ്, പക്ഷെ ജോർജ് കുര്യൻ അപ്രതീക്ഷിതമായിരുന്നു. അതേപോലെ സീനിയർ ആയിട്ടുള്ള പല BJP നേതാക്കളും ഉണ്ട്. പക്ഷെ ഒരു ജോർജ് കുര്യനെ തന്നെ തിരഞ്ഞു പിടിച്ച് മന്ത്രിയാക്കുന്നതിൽ ഉള്ള രാഷ്ട്രീയം എന്താണ്? താങ്കൾ എന്താണത് കാണുന്നത്? ജോർജ് കുര്യൻ സുപ്രധാന നേതാവല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അദ്ദേഹം ന്യൂനപക്ഷ കമ്മീഷന്റെ ഡെപ്യൂട്ടി ചെയർമാനായിട്ട് കഴിഞ്ഞ മോഡി മന്ത്രിസഭയുടെ കാലത്ത് അദ്ദേഹമായിരുന്നു ഡെപ്യൂട്ടി ചെയർമാൻ. പിന്നെ ഇദ്ദേഹം 1980 മുതൽ BJPയിലുള്ള വ്യക്തിയാണ് അഡ്വക്കേറ്റ് ജോർജ് കുര്യൻ. എൻ്റെ ഒരു ധാരണ ശരിയാണെങ്കിൽ 77-ലെ കേരള വിദ്യാർത്ഥി ജനതയിലൂടെ വരികയും 1980-ൽ BJP ആയി കഴിഞ്ഞപ്പോൾ BJPയിലേക്ക് മാറുകയും ചെയ്ത ഒരു വ്യക്തിയാണ്, രാഷ്ട്രീയ പ്രവർത്തകനാണ് അദ്ദേഹം എന്നാണ് എൻ്റെ ഒരു ധാരണ. കാരണം അദ്ദേഹത്തിനെ നേരിട്ട് എനിക്കറിയില്ല. ഞാന് സിറ്റി പഠിക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ സീനിയറായിട്ട് അദ്ദേഹം പഠിച്ചിട്ട് പോയിട്ടുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. അല്ലാതെ അദ്ദേഹത്തിനെ നേരിട്ട് ഉള്ള പരിചയമൊന്നുമില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളെ പലരെയും അറിയാം. അപ്പം അന്ന് തൊട്ടേ ഒരു സ്റ്റോൺസ് BJPക്കാരനായിട്ടാണ് അദ്ദേഹം അറിയപ്പെടുന്നത്, റേച്ചൽ തോമസ് അങ്ങനെയുള്ള ആളുകളുടെ ഒപ്പം. അതുകൊണ്ട് അദ്ദേഹം ഒരു BJPയുടെ സംഘടനാ തലത്തിലെ ഒരു ലൈറ്റ് വെയിറ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ കേരളത്തിൽ പൊതുവെ അദ്ദേഹം പ്രസിദ്ധനായിരുന്നില്ല. അദ്ദേഹത്തിന്റെ തട്ടകം ഡൽഹി ആയിരുന്നു. പിന്നെ രണ്ടാമത്തെ വിഷയത്തിലേക്ക്, തൃശ്ശൂരിൽ സുരേഷ് ഗോപിയെ ജയിപ്പിച്ചത് ഹിന്ദു വോട്ടും പ്ലസ് അവിടുത്തെ ക്രിസ്ത്യൻ വോട്ടുകളും കൂടിയാണ് എന്നുള്ള ഒരു നറേഷനാണ്. അതിനെപ്പറ്റി അങ്ങനെ നമുക്ക് വാദിക്കാം. പക്ഷെ ജനങ്ങളുടെ വോട്ടാണെന്നുള്ളതാണ് അതിൻ്റെ ഒരു നല്ല വ്യാഖ്യാനം. കാരണം പക്ഷേ ഇനിയിപ്പം തുടർന്നുള്ള കാലഘട്ടത്തിൽ ഈ നറേഷന് പ്രാമുഖ്യം നേടാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം MK മുനീർ പറഞ്ഞു, ലീഗ് അതിന്റെ പരമാവധി വോട്ടുകൾ, അതായത് ലീഗിൽ നിന്നും മാറിപ്പോയ ഒരുപാട് വോട്ടുകൾ ലീഗിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഈ ഇലക്ഷൻ സഹായിച്ചു എന്ന്
പറയുന്നുണ്ട്. അത് നമ്മൾ കഴിഞ്ഞ തവണ സംസാരിച്ചപ്പോ തന്നെ ആ, നമ്മൾ പറയാം. സംസാരിച്ചൊരു വിഷയമാണ്. അതായത് മലബാർ ഏരിയയിലും തിരുവിതാംകൂറിലുള്ള സോറി തിരുക്കൊച്ചി ഭാഗത്തുള്ള എറണാകുളം, കൊല്ലം, ഇടുക്കി മേഖലകളിലും ലീഗ് UDF 1,00,000 വോട്ടിന്റെ ഭൂരിപക്ഷം നൽകി വിജയിപ്പിച്ചിട്ടുണ്ട്. ഇത് ഒരു രാഷ്ട്രീയ ദിശാ ബോർഡാണിത്. കേരളത്തിലെ രാഷ്ട്രീയം ഏത് വഴിക്കൊക്കെ നീങ്ങാൻ സാധ്യതയുണ്ട് എന്നുള്ളതിന്റെ രാഷ്ട്രീയ പ്രവർത്തകരുടെയാണ് വിഷയത്തിൽ ജനങ്ങളുടെ മനസ്സിലിരിക്കുന്നത് എന്താണ്. തൃശ്ശൂരിൽ സുരേഷ് ഗോപിയെ ജയിപ്പിച്ചത് ഹിന്ദു വോട്ടും പ്ലസ് അവിടുത്തെ ക്രിസ്ത്യൻ വോട്ടുകളും കൂടിയാണ് എന്നുള്ള ഒരു നറേഷനാണ്. അതിനെപ്പറ്റി അങ്ങനെ നമുക്ക് വാദിക്കാം. പക്ഷെ ജനങ്ങളുടെ വോട്ടാണെന്നുള്ളതാണ് അതിന്റെ ഒരു നല്ല വ്യാഖ്യാനം. കാരണം പക്ഷേ ഇനിയിപ്പം തുടർന്നുള്ള കാലഘട്ടത്തിൽ ഈ നറേഷന് പ്രാമുഖ്യം നേടാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം MK മുനീർ പറഞ്ഞു ലീഗ് അതിന്റെ പരമാവധി വോട്ടുകൾ, അതായത് ലീഗിൽ നിന്നും മാറിപ്പോയ ഒരുപാട് വോട്ടുകൾ ലീഗിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഈ ഇലക്ഷൻ സഹായിച്ചു എന്ന് പറയുന്നുണ്ട്. അത് നമ്മൾ കഴിഞ്ഞ തവണ സംസാരിച്ചപ്പോ തന്നെ നമ്മൾ സംസാരിച്ചൊരു വിഷയമാണ്. അതായത് മലബാർ ഏരിയയിലും തിരുവിതാംകൂറിലുള്ള സോറി തിരുക്കൊച്ചി ഭാഗത്തുള്ള എറണാകുളം, കൊല്ലം, ഇടുക്കി മേഖലകളിലും ലീഗ് UDF 1,00,000 വോട്ടിന്റെ ഭൂരിപക്ഷം നൽകി വിജയിപ്പിച്ചിട്ടുണ്ട്. ഇത് ഒരു രാഷ്ട്രീയ ദിശാ ബോർഡാണിത്. കേരളത്തിലെ രാഷ്ട്രീയം ഏത് വഴിക്കൊക്കെ നീങ്ങാൻ സാധ്യതയുണ്ട് എന്നുള്ളതിന്റെ രാഷ്ട്രീയ പ്രവർത്തകരുടെയാണ്. ജനങ്ങളുടെ മനസ്സിലിരിക്കുന്നത് എന്താണെന്നൊന്നും നമുക്ക് ഇപ്പോഴേ പറയാൻ പറ്റില്ല. കാരണം അവര് തെരഞ്ഞെടുപ്പിന്റെ അടുത്തും പിന്നെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളൊക്കെ നോക്കിയിട്ട് ആയിരിക്കും വോട്ട് ചെയ്യുന്നത്. അല്ല, പൊതുവെ മുസ്ലിങ്ങളുടെ വോട്ട് ഈ പ്രാവശ്യം വളരെ ശക്തമായി ഇന്ത്യ മുന്നണിക്ക് പോയിട്ടുണ്ട് എന്ന് അത് എല്ലാവർക്കും അറിയുന്നതാണ്. ചില ഹിന്ദി മീഡിയങ്ങളൊക്കെ വോട്ട് ജഹാദ് എന്ന് പറയാൻ തുടങ്ങി. അപ്പൊ അത് ഉണ്ട്. അപ്പൊ അതുപോലെ കേരളത്തില് ഈ ഒരു ഇക്വേഷൻ, അതായത് BJP ഉദ്ദേശിക്കുന്ന ഹിന്ദു കൺസോളിഡേഷൻ വോട്ടുകളും അതിന്റെ കൂടെ ഈ സവർണ ക്രിസ്ത്യാനികൾ, പക്ഷെ അതിന്റെ ഒരു വ്യത്യാസം നമ്മൾ കണ്ടത്, ഇതേ സംഗതി തിരുവനന്തപുരത്ത് നടന്നിരുന്നെങ്കിൽ തീർച്ചയായും രാജീവ് ചന്ദ്രശേഖർ ജയിച്ചേനെയും. അവിടെ നടന്നില്ലത്. അവിടെ ലാറ്റിൻ കാത്തലിക്സ് ആണ്, അവിടെ പിന്നോക്ക ക്രിസ്ത്യാനികളാണെന്ന് പറയുന്ന ലാറ്റിൻ കാത്തലിക്സ് ആണ് അവിടെ കൂടുതൽ ഉണ്ടായിരുന്നത് ക്രിസ്ത്യാനികളുടെ കൂട്ടത്തിൽ. അപ്പൊ ഈ ഒരു ഉരുത്തിരിയുന്ന ഒരു പൊളിറ്റിക്കൽ ട്രെൻഡ് അത് എത്ര ഇല്ലാണ്. ഇന്നൊരു ന്യൂസ് ഞാൻ കണ്ടു, ലവ് ജിഹാദിനെതിരെ യൂത്ത് സംഘടനകൾ, കത്തോലിക്ക യൂത്ത് സംഘടനകൾ രജിസ്ട്രാറുകളുടെ ഓഫീസിൽ സ്ക്വാഡ് പ്രവർത്തനം ചെയ്യുന്നു. അവിടെ ആരെങ്കിലും ക്രിസ്ത്യാനികൾ മുസ്ലിങ്ങൾ അല്ലെങ്കിൽ മുസ്ലിങ്ങൾ ക്രിസ്ത്യാനി പെൺകുട്ടികളെ കല്യാണം കഴിക്കുന്നുണ്ടോ എന്ന് നോക്കുന്ന ഒരു സിറ്റുവേഷൻ. ഇതേ സംഗതിയാണ് ഡൽഹിയില് വർഷങ്ങളായി RSS ചെയ്തുകൊണ്ടിരുന്നത്. അത് ഹിന്ദു പെൺകുട്ടികളെ മുസ്ലിങ്ങളോ ക്രിസ്ത്യാനികളോ കല്യാണം കഴിക്കുന്നുണ്ടോ അവർ നോട്ടീസ് ചെയ്യുമല്ലോ ഈ രജിസ്ട്രാറിന്റെ ഓഫീസിന്റെ വെളിയില്. അത് നോക്കിയിരുന്നു. അപ്പൊ ഇങ്ങനൊരു സംഗതി, ഇതേ സംഗതി ഇപ്പോൾ കത്തോലിക്ക സഭയിലെ യുവാക്കൾ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ എന്താണ് രാഷ്ട്രീയമായി നടക്കുന്നത് എന്നുള്ള ഒരു ചോദ്യം അവശേഷിക്കുന്നില്ലേ? അല്ല, ഇന്ത്യ മുന്നണിക്ക് കേരളത്തിൽ ലീഗിന്റെ മാത്രം വോട്ടല്ല, RSSന്റെ വോട്ടും ലഭിച്ചിട്ടുണ്ട് എന്ന് വേണം കരുതാൻ. കാരണം RSS ഇപ്പൊ സെക്യുലറായി. അവരെപ്പോഴും ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് അവർ സെക്യുലർ ആണെന്ന്. അവർ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. അത് അവരുടെ ഒരു തമാശയായിട്ട് നമ്മൾ കണ്ടാൽ മതി. അല്ലാതെ അത്ര തമാശയായിട്ടല്ല. കാരണം സാധാരണഗതിയിലെ ഒരു സംഘമേധാവി ഇതുപോലെ പൊട്ടിത്തെറിക്കാറില്ല. ഇത്തവണ
മോഹൻ ഭാഗവത് വളരെ ശക്തമായിട്ട് ബി ജെ പിയെ വിമർശിക്കുകയും ബി ജെ പിയുടെ വ്യതിയാനത്തെ പറ്റി സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനു മുമ്പായിട്ട് സംഭവിച്ചിരിക്കാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അവര് എന്താണ് പ്രവർത്തനത്തിൽ നിന്നും പിൻവാങ്ങി കാണും. അപ്പൊ അങ്ങനെ നോക്കുമ്പോഴ് രാജീവ് ചന്ദ്രശേഖരനായാലും മുരളീധരനായാലും ശോഭാ സുരേന്ദ്രനായാലും ലഭിച്ച വോട്ടുകള് എന്ന് പറയുന്നത് ഹിന്ദു വോട്ട് മൈനസ് സംഘം വോട്ടെന്ന് എടുക്കേണ്ടി വരും. തൃശ്ശൂരില് സംഭവിച്ചത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് സുരേഷ് ഗോപിയുടെ പോപ്പുലാരിറ്റി സെലിബ്രിറ്റിയാണ്. പിന്നെ അദ്ദേഹം 5 വർഷമായിട്ട് അവിടെ നിന്ന് പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നു. പിന്നെ അങ്ങനെ ഉള്ള ഒരു മാർജിൻ ആണ് സുരേഷ് ഗോപി കിട്ടിയത്. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട വിഷയം അതല്ല. CPM വളരെ അല്ലെങ്കിൽ LDF വളരെ അലോസരപ്പെട്ടിട്ടുണ്ട് ഈ വിജയത്തില്. മുഖ്യമന്ത്രി പറഞ്ഞത് അദ്ദേഹത്തിന് കൺസേൺ ആയിട്ടുള്ള ഏക വിഷയം എന്ന് പറയുന്നത് തൃശ്ശൂരിലെ BJP-യുടെ ജയമാണ്. സുരേഷ് ഗോപിയുടെ ജയം എന്നല്ല പറഞ്ഞ BJP-യുടെ ജയമാണ്. അത് മുന്നോട്ട് പോവുകയാണെങ്കിൽ അതിന്റെ അകത്ത് സംഭവിച്ച അതിനെ സഹായിച്ച കാര്യങ്ങളെ പറ്റിയാണ് ചെറിയ ഇപ്പൊ പറഞ്ഞത്. അതായത് ഈ ബി ജെ പി അല്ലെങ്കിൽ RSS ശക്തമായി ഈ സിറിയൻ കാത്തലിക്സ് എന്ന് പറഞ്ഞ ഗ്രൂപ്പിനെ വളരെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളൊരു വാസ്തവമല്ലേ അവരുടെ രാഷ്ട്രീയ അത് വാസ്തവമാണ്. അതായത് മാണിസാറിന്റെ വിടവ് അവര് ജോർജ് കുര്യനിൽ തീർക്കും, അതിന് സംശയമൊന്നും വേണ്ട. അതുപോലെ ലത്തീൻ കത്തോലിക്ക സഭയെ സ്വാധീനിക്കാനും അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന വകുപ്പും നല്ലതാണ്. അതിന് പറ്റിയൊരു വകുപ്പാണ് കിട്ടിയിരിക്കുന്നത്, ഫിഷറീസ്. കോവളം തൊട്ട് അല്ലെങ്കിൽ കന്യാകുമാരി തൊട്ട് മംഗലാപുരം വരെയുള്ള ലത്തീൻ കത്തോലിക്കർക്കിടയിൽ സ്വാധീനം ചെലുത്താൻ പറ്റുന്ന ഒരു വകുപ്പാണ്. അതിനെപ്പറ്റി അവർക്ക് അവരുടെ തീരദേശത്തുള്ള തീരദേശവാസികളുടെ ഇഷ്യൂസിന്റെ അകത്ത് ഇടപെട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് സ്വാധീനിക്കാൻ കഴിയും. അതുകൊണ്ട് ഞാൻ അതില് അവരെത്ര സ്വാധീനിച്ചാലും കോൺഗ്രസിന് എത്രയോ മന്ത്രിമാരുണ്ടായിരുന്നു. അവരൊക്കെ സ്വാധീനിച്ചിട്ടാണോ കോൺഗ്രസ് ഈ പരുവത്തിലായത് എന്നൊക്കെ നമുക്ക് പറയാം. അതൊരു പ്രത്യേകിച്ച് കേരളത്തിന്റെ കാര്യത്തിൽ ഇപ്പൊ കുറെയൊക്കെ അവർക്കൊരു പാലമിടാൻ കഴിയും എന്ന് ശരിയാണ്. പക്ഷെ ഈ ട്രെൻഡ് നിലനിൽക്കുന്ന ട്രെൻഡ് ആണോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. അതായത് ഈ BJP-യുടെ ബ്രോഡ് ഹിന്ദുത്വ അജണ്ടയിലേക്ക് സുറിയാനി ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ സുറിയാൻ കാത്തലിക്സിനെ അവർക്ക് ഏത് രീതിയിലാണ് കൊണ്ടുപോകാൻ കഴിയുന്നത് വെച്ചാൽ എങ്ങനെ പോയി കഴിഞ്ഞാൽ UP-യിലും മറ്റുള്ളിടത്തും കാത്തലിക്സിന്റെ മിഷനും മാത്രമല്ല അവരുടെ ഒരു പ്രഖ്യാപിത നയമുണ്ട്. ബ്രിട്ടീഷുകാരുടെ കാരുണ്യം കൊണ്ട് ക്രിസ്ത്യാനികൾക്ക് നോർത്ത് ഇന്ത്യയിലെ കണ്ണായ ഭൂമി, വളരെ വളരെ വിലപിടിപ്പുള്ള ഭൂമി. ഇപ്പോൾ പാർലമെന്റിന്റെ തൊട്ടടുത്ത് ഒരു പള്ളിയുണ്ട്. ഇപ്പൊ കൽക്കട്ടയിലാണെങ്കിലും സെൻട്രലില് പള്ളികളുണ്ടാവും. പക്ഷെ ബ്രിട്ടീഷുകാർ ചെയ്തതാണ്. അവർക്ക് പള്ളി പോകാൻ വേണ്ടി അവരുടെ കണ്ണായ സ്ഥലത്ത് അവർ ചെയ്തു. ഡൽഹിയിലും അതുപോലെ തന്നെ. അപ്പൊ ഇതൊക്കെ അവരുടെ ഒരു അജണ്ടയിലുള്ള കാര്യങ്ങളാണ്. ഇതെങ്ങനെ നമ്മൾ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത്. അപ്പൊ ഇതൊക്കെ മൂവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ, നോർത്ത് ഇന്ത്യയിൽ മൂവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ അശോകന് തോന്നുന്നുണ്ടോ സൗത്ത് ഇന്ത്യയിൽ ഇരിക്കുന്ന പാലാമെത്രാനോ തൃശ്ശൂരാമെത്രാനോ ഇതൊക്കെ കണ്ടില്ല കേട്ടില്ല, മണിപ്പൂർ പോലെ അങ്ങ് ദൂരെയാണ് എന്ന് പറയാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? അത് ആ ഭാഗം എനിക്ക് മനസ്സിലായില്ല. അതായത് ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിന്റെ അവർക്ക് തൃപ്തികരമായ രീതിയിൽ ഒരു പാക്കേജ് വെക്കുകയാണെങ്കിൽ അവര് വോട്ട് ചെയ്യാതെ വരുമോ? കാരണം പാക്കേജ് വേറെ ഒന്ന്, അവരുടെ സർക്കാരിന് പാക്കേജും കാണിക്കാം. പക്ഷെ അവര് ഗ്രൗണ്ടിൽ കേരളത്തിലെ ഗ്രൗണ്ടിൽ കാണിക്കുന്ന, വടക്കേന്ത്യയിലെ ഗ്രൗണ്ടിൽ കാണിക്കുന്ന വൃത്തികേടുകൾ അത് ശരിയെന്ന് പറഞ്ഞാൽ ശുദ്ധ തെമ്മാടിത്തം കാണിക്കുന്നുണ്ട് പലയിടത്തും. അതിപ്പോ അവർക്ക് പറയാൻ BJPക്ക് ഇപ്പൊ പറയാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RSS ഞങ്ങൾ തമ്മിൽ പിരിഞ്ഞു എന്നുള്ള മട്ടിൽ അവർക്ക് അഭിനയിക്കാൻ പറ്റും. അല്ലെങ്കിൽ ആ വിധത്തിൽ അവർ നീങ്ങും. അല്ല, അത് അശോക്,
അത് വിശ്വസിക്കാൻ തക്ക മണ്ടന്മാരാണോ കേരളത്തിലെ ക്രിസ്ത്യാനികൾ എന്ന് തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ അത് വിശ്വസിക്കാൻ കേരളത്തിലല്ല, ഇന്ത്യയിലെ ഏതെങ്കിലും ആ, രാഷ്ട്രീയത്തെ പറ്റി ബാലപാഠം അറിയാവുന്നവർ വിശ്വസിക്കുന്നു തോന്നുന്നുണ്ടോ? കാരണം എന്ന് വെച്ചാല് ആർ എസ് എസ് ആണ് ഈ BJP നേതാക്കളെ തീരുമാനിക്കുന്നത്. ഇപ്പം മോദിജിയും അമിത്ഷായും ഇങ്ങനെ ആകണം എന്ന് തീരുമാനിച്ച് അവരെ മുമ്പോട്ട് കൊണ്ടുവന്നിരിക്കുന്ന RSS ആണ്. അവര് മാറി നിൽക്കുമെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അവരൊക്കെ അടിസ്ഥാനപരമായി RSSന്റെ മെമ്പേഴ്സ് ആണ്. അതിൽ നിന്ന് ശിക്ഷ ലഭിച്ച് വന്ന ആൾക്കാരാണ്. അതുകൊണ്ടാണല്ലോ അവർക്ക് ചില കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ട് ടെലിഗ്രാമിൽ ഇല്ലാതെ പറയുമ്പോൾ ശാഖ പോലെ പറഞ്ഞു വരുന്നത്. മുസ്ലിം ഭാഷിങ്, മൈനോറിറ്റി ഭാഷിങ് ഒക്കെ അറിയാതെ വന്നു പോകുന്നത്. അവരുടെ ട്രെയിനിങ് അതായതുകൊണ്ടാണ്. അല്ലാതെ അതുകൊണ്ട് അവര് സെക്യുലർ ആയിരുന്നോ, RSS സെക്യുലർ ആയെന്ന് പറയുന്നതിൽ കൂടുതൽ തമാശ എനിക്ക് അല്ല. അങ്ങനെയാണെങ്കിൽ RSSന് മിനിമം 270 വോട്ട്, അതായത് 30 വോട്ടിന്റെ കുറവുണ്ട്, 33 വോട്ടിന്റെ കുറവുണ്ട്. 33 വോട്ട് അല്ല 33 സീറ്റ് സംഘടിപ്പിച്ചു കൊടുക്കാൻ കഴിയാതെ പോയതെന്നൊരു ചോദ്യം വരും. ആ ചോദ്യത്തിന്റെ അകത്ത് അല്ല, അതിപ്പം ആ ചോദ്യത്തിന് ഉത്തരം വളരെ കൃത്യമാണ്. അവർക്ക് അത്ര വലിയ ശക്തിയൊന്നും ഇല്ല. പിന്നെ അവർ ഇല്ലാത്ത ശക്തി ഭാവിച്ചു കഴിഞ്ഞാൽ പല 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 സിറ്റുവേഷൻ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു. അത് എന്താണ്, ചെറിയാനെ പോലുള്ള മാധ്യമപ്രവർത്തകർക്കും പിന്നെ പുരോഗമന ബുദ്ധിജീവികൾക്കും അവരുടെ എതിരാളി നഷ്ടപ്പെടുന്നത് കൊണ്ട് എങ്ങനെങ്കിലും ഇത് രണ്ടും കൂടെ ചേർത്ത് വെക്കാനുള്ള ഒരു ശ്രമമാണ്. പക്ഷേ പോകാത്തതുകൊണ്ടാണ് ഞാൻ ഒരു കാര്യം പറയാം. മുസ്ലിങ്ങൾക്ക് മാത്രം ഇന്ത്യയിൽ സ്വാധീനിക്കാൻ കഴിയുന്ന പാർലമെന്റിലെ 545-ല് 96 ലോക്സഭാ സീറ്റുകളുണ്ട്. അത് മിക്കവാറും അതിൽ 6 7 കേരളത്തിലാണ്. ബാക്കി 96 ഉണ്ട്. ആ 96 എന്ന് പറയുമ്പോൾ എത്ര വരും? 20%. അവരുടെ ഏതാണ് 50, 54, 2 എത്രയാണ്? അത്ര ഏകദേശം അത്രയും വരുന്നുണ്ട്. അത് വടക്കേ ഇന്ത്യയിൽ വളരെ കൃത്യമായി മുസ്ലിങ്ങൾ ഈ പ്രാവശ്യം അവരോട് ആരും പറഞ്ഞിട്ടില്ലോ, പബ്ലിക്കായിട്ടൊന്നും പറഞ്ഞില്ല. പക്ഷെ അവർ ചെയ്യേണ്ടിടത്ത് വോട്ട് ചെയ്തു. അവിടെയാണ് BJP താഴോട്ട് പോയത്. ബീഹാറിലൂടെ പോയി കഴിഞ്ഞെങ്കിൽ ഇത് നമ്മള് പലരും പറഞ്ഞ പോലെ 200 താഴെ പോയതിനെ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ചില ഗ്രൗണ്ട് റിയാലിറ്റീസ് ഇന്ത്യയിൽ ഇപ്പോഴും ഉണ്ട്. മാത്രമല്ല ഈ കോൺസ്റ്റിറ്റ്യൂഷൻ അവരെ പറഞ്ഞില്ലേ 400 കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ അത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെ ഒരു ഇൻഡിക്കേഷൻ കൊടുത്തു. അത് രാഹുൽ ഗാന്ധി കയറി പിടിച്ചു റിസർവേഷന്റെ കാര്യത്തിൽ. അപ്പോൾ ദളിതർക്കും ട്രൈബൽസിനും സംശയം ഉണ്ടായി. നമ്മളുടെ റിസർവേഷൻ ഇവരെ മാനസികമായ റിസർവേഷന് എതിരാണ് BJPയും RSSും എന്ന് അവർക്കൊക്കെ അറിയാം. അപ്പൊ അവർക്ക് ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ നമ്മളുടെ റിസർവേഷൻ പോകാൻ പോവുകയാണ്. അത് രണ്ടുകൂടെ വന്നപ്പോഴത്തേക്ക് എന്നിട്ട് അവർക്ക് വിശ്വാസമില്ല ഇയാളെ തോൽപ്പിക്കാൻ കഴിയുന്നു. അതുകൊണ്ടാണ് ഇതിങ്ങനെ പോയത്. എനിക്കറിയാം ഇന്ത്യ വിശ്വാസമില്ലാതല്ല. ഇല്ല. അത് പറയുകയാണെങ്കിൽ ഇലക്ഷന്റെ ഫസ്റ്റ് ഫേസ് കഴിഞ്ഞതിന് ശേഷം രാഹുൽ ഗാന്ധി ഒരു പ്രസ്താവന നടത്തി, നരേന്ദ്രമോദി തോക്കും. ഈ പ്രസ്താവന അന്നത്തെ ഒരു സിറ്റുവേഷനില് ഇന്ത്യ മുന്നണിയുടെ ഒരു ഘടനയൊക്കെ വെച്ചിട്ട് ഒരു രാഷ്ട്രീയക്കാരനും അത് ഉപദേശിച്ചു കൊടുക്കാൻ പറ്റില്ല. രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഗാന്ധിക്ക് അതിനുള്ള ഇൻപുട്ട് എവിടെ നിന്ന് കിട്ടി? അതിന്റെ അന്ന് ഫസ്റ്റ് ഫേസ് നടക്കുമ്പോൾ അങ്ങനെ ഒരു വിഷയവും ഉണ്ടായിട്ടില്ല. എവിടെ നിന്ന് കിട്ടി എന്നുള്ളത് അത് പല മാർഗങ്ങളുണ്ട്. അത് BJPക്ക് കിട്ടുന്ന പോലെ തന്നെ അവർക്കും കിട്ടുന്നുണ്ട്. അവിടെയാണ് ഈ വിഷയം വന്നത്. അല്ലല്ല, അതിരിക്കട്ടെ. പക്ഷെ അവർ ഇന്ത്യ മുന്നണി എന്ന നിലയിൽ അവർ ഒരിക്കലും പറഞ്ഞില്ല നിങ്ങൾ ഇവരെ തോൽപ്പിച്ചാൽ ഞങ്ങൾ സർക്കാർ ഉണ്ടാക്കും എന്ന് അവർക്ക് പറയാൻ കഴിഞ്ഞില്ല. അത് വേറെ സത്യം. എന്ന് വെച്ചാൽ അവർക്ക് മൊത്തമായി ഓരോരുത്തരും 100 സീറ്റ് അവരുടെ ലക്ഷ്യം. അതവരെ പിടിച്ചു. അതായത് സംഘം BJPയെ കാലുവാരും എന്ന് രാഹുൽ ഗാന്ധിക്ക് പോലും വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അന്നത്തെ ആ സിറ്റുവേഷൻ. അത് അശോകന്റെ ഒരു പെറ്റ് തിയറിയാണ്. എന്റെ തിയറി അല്ല, നിങ്ങളെ മാസ്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു വാസ്തവമാണത്.
സംഘം ബി ജെ പിക്ക് ഒരു പാഠം പഠിപ്പിക്കണം എന്ന് ശ്രമിച്ചു. ഇത് ഇന്നുമല്ല, 2004 വാജ്പേയി ഇന്ത്യ തിളങ്ങുന്നു എന്ന് പറഞ്ഞ മുദ്രാവാക്യവുമായിട്ട് മുന്നോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഇതേ സംഗതി, ആ ഒരു സിറ്റുവേഷൻ ആണ് RSS ആഗ്രഹിച്ചത്. അതായത് ഒരു ഒന്നിൽ സ്ലിപ്പ് ചെയ്ത് പോകാവുന്ന ഒരു മെജോറിറ്റിയില് BJP നിന്നാ മതി എങ്കിൽ മാത്രം ഞാനൊരു അങ്ങനെയാണെങ്കിൽ അവർക്ക് ഏറ്റവും ശക്തിയുള്ളത് മധ്യപ്രദേശിലും ഗുജറാത്തിലുമാണ്. അവിടെ BJPക്ക് കിട്ടേണ്ടതെല്ലാം കിട്ടി. അപ്പൊ അതുകൊണ്ട് അത് വിട്. കേരളത്തിന്റെ കാര്യം പറയും. കേരളത്തിലേക്ക് വരുമ്പോൾ ഈ BJPയുടെ ഇപ്പം അടുത്ത പഞ്ചായത്ത് ഇലക്ഷൻ വരാൻ പോകുന്നു. ഇപ്പം ഈ വോട്ട് ഇപ്പൊ നടന്ന വോട്ടുകൾ, പ്രത്യേകിച്ച് തിരുവനന്തപുരത്തും ആലപ്പുഴയിലും തൃശ്ശൂരും പ്രത്യേകിച്ച് നടന്ന ഈ BJPയുടെ പെർസെന്റേജ് വർധന എങ്ങനെ കേരള രാഷ്ട്രീയത്തെ ബാധിക്കാൻ പോകുന്നു എന്നാണ് അശോകന് തോന്നുന്നത്? ആരാണ് ഇതിന്റെ വിക്ടിം? ഇടതുപക്ഷമാണോ അതോ കോൺഗ്രസ് ആണോ? ഇനി ഇപ്പോഴത്തെ പുതിയ പോർമുഖം അനുസരിച്ചിട്ട് രണ്ടുപേരും അതിന്റെ ഇരകളാകും. അതാണ് അതിന്റെ സിറ്റുവേഷൻ. കാരണം നമ്മള് ക്രിസ്ത്യൻ സമുദായത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുന്ന പോലല്ല, ബാക്കിയുള്ള ഈഴവ സമുദായം ഡ്രിഫ്റ്റ് ചെയ്തു എന്ന് മാർക്സിസ്റ്റ് പാർട്ടി സമ്മതിച്ചിട്ടുണ്ട്. അവര് അതിന് ഉപയോഗിച്ചിരിക്കുന്ന ടേം എന്ന് പറയുന്നത് ജാതിയല്ല, അതിന് പറയുന്ന പാർട്ടിയുടെ വോട്ടുകളെ ചോർന്നിട്ടുണ്ട് എന്നാണ് പ്രത്യക്ഷമായിട്ട് സമ്മതിച്ചിരിക്കുന്നത്. അതിന്റെ ഏറ്റവും വലിയ എവിഡൻസ് ആണ് ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ ഒരു കാലം, അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളരെ പ്രധാനപ്പെട്ട, കണ്ണൂര് പോലെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ആലപ്പുഴ. പുന്നപ്രവയലാറുള്ള ആലപ്പുഴ. വളരെ ഘടാകണ്ഠ്യൻ നേതാക്കന്മാരുണ്ടായിരുന്ന, അച്യുതാനന്ദനെ പോലെയൊക്കെ ഉണ്ടായിരുന്ന TV തോമസ്, ഇദ്ദേഹം CPIയുടെ നേതാക്കന്മാരെ, ഗൗരിയമ്മ, ഇവരൊക്കെ അങ്ങനെ വളരെ ശക്തമായ അടിത്തറ ഉണ്ടാക്കിയ CPM-ന് 1,10,000 വോട്ടാണ് ഇപ്രാവശ്യം ഡ്രിഫ്റ്റ് ചെയ്തു പോയത്. ഇക്കാര്യത്തില് ഈ രണ്ട് വളരെ, അതായത് കോൺഗ്രസും CPM-ഉം വളരെ ശ്രദ്ധാപൂർവം അവരുടെ അണികളെ എങ്ങനെയായിരുന്നോ 80 അല്ലെങ്കിൽ 82-ന് മുമ്പ് അവരെ പരിപാലിച്ചുകൊണ്ട് പോകുന്നത്, ആ തലത്തിലേക്ക് പോയില്ലെങ്കിൽ അതിൻ്റെ അകത്ത് നമുക്ക് ഒരു അപകടം പ്രതീക്ഷിക്കാം. അതായത് CPM-ന്റെ ട്രഡീഷണൽ വോട്ടുകളായ ഈ ഈഴവ സമുദായത്തിലേക്ക് BJP കയറി കഴിഞ്ഞു എന്നാണ് അശോക് പറയുന്നത്. തീർച്ചയായും ഈഴവ സമുദായത്തിലേക്ക് മാത്രമല്ല, കുട്ടനാട് എന്ന് പറയുന്നത് മാവേലിക്കര മണ്ഡലത്തിന്റെ സുപ്രധാനമായ ഭാഗമുള്ള കുട്ടനാട്, മാവേലിക്കര, അടൂർ മണ്ഡലങ്ങളില് BJPക്ക് നല്ല സ്വാധീനമുണ്ട്. അവിടെ ലോക്സഭയിലേക്ക് വളരെ പോപ്പുലർ ആയിട്ടുള്ള, അല്ലെങ്കിൽ വളരെ ശക്തനായിട്ടുള്ള ഒരു BD ജാസനായിരുന്നു ആ സീറ്റ്. അവിടെ ഒരു ശക്തനായ സ്ഥാനാർത്ഥി നിർത്തിയിരുന്നെങ്കിൽ കൊടിക്കുന്നിൽ സുരേഷിന്റെ അവസ്ഥയും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോഴും ഇത് തന്നെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും ഡ്രിഫ്റ്റ് ചെയ്ത് പോയ കക്ഷികൾ എന്ന് പറയുന്നത് OBC പട്ടികജാതി വിഭാഗക്കാരാണ്. അവര് മനസ്സിലാക്കുന്നില്ല. അത് ഇത് രണ്ടും സമ്മതിക്കുന്നു. BJPക്ക് മുമ്പോട്ട് പോകാൻ കഴിയുന്നു. പക്ഷെ BJP മുന്നോട്ട് വെക്കുന്ന ഒരു തരത്തിൽ പറഞ്ഞാൽ കമ്മ്യൂണൽ രാഷ്ട്രീയമുണ്ട്. അത് കേരളത്തിൽ വില പോകുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതായത് മുസ്ലിം ബാഷിംഗ്, മൈനോറിറ്റി ബാഷിംഗ് ഇൻ ജനറൽ. അതായത് ഞങ്ങളാണ് ആദ്യ പരിഗണന. ഇപ്പം കേന്ദ്ര മന്ത്രിസഭയിൽ ഒരൊറ്റ മുസ്ലിം ഇല്ല മന്ത്രിയായിട്ട്, പേരിന് പോലും ഇല്ല. നേരത്തെ പേരിനെങ്കിലും ഉണ്ടായിരുന്നു, ഇപ്പോൾ അതുമില്ല. അവർക്ക് ഒരു മുസ്ലിമിനും അവർക്ക് ലോക്സഭയിലേക്ക് നോമിനേഷൻ കൊടുത്തിട്ടില്ല. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് കേരളത്തെ കൊണ്ടുപോകാൻ പറ്റും? കേന്ദ്ര മന്ത്രിസഭയില് ഒരു മുസ്ലിം നോമിനി ഇല്ല എന്നുള്ളതിനെ പറ്റി ഒവൈസിയുടെ ഒപ്പീനിയൻ ആണ് ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഒവൈസി ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. കാരണം ഒവൈസിയാണ് അതിൻ്റെ അകത്ത് പറയേണ്ട ഒരാള്. അതവിടെ നിൽക്കട്ടെ. കേരളത്തില് കേരളം വളരെ പൊതുവെ
എന്താണ് ഒരു സമന്വയത്തിന്റെ പാതയിൽ പോയിക്കൊണ്ടിരുന്ന കേരളത്തില് അവിടെ വെള്ളാപ്പള്ളി പറഞ്ഞത് എന്ന് പറയുന്നത് അവരുടെ സമുദായത്തിന്റെ വികാരം തന്നെയാണ്. അത് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. പറഞ്ഞത് ന്യൂനപക്ഷങ്ങൾക്ക് എന്താണ് കൂടുതൽ ആനുകൂല്യം കൊടുത്തു, അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിച്ച് ഇരു മുന്നണികൾ നമ്മൾ നേരത്തെ ഒരിക്കൽ സംസാരിച്ചാണ്. അതായത് 4% വോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും 4% വോട്ട് മാറുന്നതിന് അവര് കോൺക്രീറ്റ് ആയിട്ട് കൃത്യമായിട്ട് വോട്ട് ചെയ്യുന്ന എന്താണ് മതത്തെയോ സമുദായത്തെയോ സ്വാധീനിച്ച് കയ്യിൽ വെച്ചു എന്നാണ് വെള്ളാപ്പള്ളി പറയുന്നതിന്റെ ഉദ്ദേശം. ഇപ്പോള് എന്താണ് പുള്ളി പൊളിറ്റിക്കലായിട്ട് വോട്ട് ചെയ്യുന്നവരുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. അപ്പൊ അവരെ വേറെ ഒരുപാട് കാര്യങ്ങൾ സ്വാധീനിക്കും. അവർക്ക് ഒരുപാട് ഇഷ്യൂസ് ഒക്കെ അവര് എന്താണ് ഇന്റേണലി മെന്റ് ചെയ്ത് നോക്കിയിട്ട് വോട്ട് ചെയ്ത് നിന്നിരിക്കും. അപ്പൊ ആ സമയത്ത് കേരളത്തില് ഈ പറയുന്ന എന്താണ് ജാതിയുടെയും മതത്തിന്റെയും കളികൾ വർക്ക് ചെയ്യാൻ വളരെ സാധ്യതയുണ്ട്. അത് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അതില് അശോക് പറയുന്നത് ഈ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യും, ഇത് ബിജെപിക്ക് സഹായമായ ഒരു അവസ്ഥയായിട്ട് ഇപ്പോൾ നിൽക്കുകയാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ. പ്രൊവൈഡഡ് ബാക്കിയുള്ള ഇഷ്യൂസിനെ സെറ്റിൽ ചെയ്തില്ലെങ്കിൽ ഈ ട്രെൻഡ് ഇതുപോലെ തുടരാനാണ് സാധ്യത. ഇത് ആര് സെറ്റിൽ ചെയ്യണം? ആരാണ് സെറ്റിൽ ചെയ്യേണ്ടത്? അത് CPM-ഉം പിന്നെ കോൺഗ്രസും കൂടെ സെറ്റിൽ ചെയ്യണം. അതാണ് വേണ്ടത്. അവർ രണ്ടുപേർക്ക് ഇത് അപകടകരമാണ്. അവരുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ അവരതിന്റെ മാറ്റ് തെളിയിച്ചില്ലെങ്കിൽ അവരുടെ കാര്യം വളരെ മോശമായി തീരും. അത്രേ ഉള്ളൂ സംഭവം. നമുക്ക് അത് ഇത്ര സമയമുള്ളൂ ഇവിടെ അവസാനിപ്പിക്കാം. നന്ദി, നമസ്കാരം. ഓക്കെ.